മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത്. അതുകൂടാതെ ഇപ്പം ശത്രുക്കളാണ് മക്കളായി ജനിക്കുന്നതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സത്യത്തിൽ അത് കറക്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ. ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, പത്രം വെച്ച് തുറന്നു നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും കാണുന്ന വാർത്തകൾ, അമ്മയെ തലക്കടിച്ചു കൊന്നു, കഴുത്തറുത്തു കൊന്നു, അച്ഛനെ തലക്കടിച്ചു കൊല്ലുന്നു, വീട്ടിൽ കയറി സഹോദരങ്ങൾ തമ്മിൽ തല്ലി, സഹോദരങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തു കൊല്ലുന്നു, ആക്രമിച്ചു കൊല്ലുന്നു, ഇങ്ങനെയുള്ള ചോരക്കളികളാണ്. എന്നിട്ട് ലഹരിയുടെ ഒരു ടാഗ് ലൈനും. ലഹരി കൊണ്ട് മാത്രമാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? എന്താണ് സാറിന് തോന്നുന്നത്? ലഹരിക്ക് അടിമയാണ് ഇപ്പോഴത്തെ ഒരു പറ്റം യുവാക്കളെന്നാണ് എനിക്കൊരു സംശയം. കാരണം ഇതിപ്പോൾ കിളിമാനൂർ തിരുവനന്തപുരത്ത് കണ്ട സംഭവം, മകൻ അച്ഛനെ തലയ്ക്കും മുഖത്തും അടിച്ചു കൊന്നു. ഇപ്പം ഇന്ന് പുള്ളി മരിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടം നമുക്ക് മക്കളെ എങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിടും, എങ്ങനെ വിദേശത്തേക്ക് പഠിപ്പിക്കാൻ വിടും, മക്കളുടെ സ്വഭാവങ്ങൾ എങ്ങനെ മാറിപ്പോകും, പഴയ കാലഘട്ടം പോലും വന്ന അല്ലാതെ എനിക്ക് തോന്നുന്നു. അതെ. കാരണം ഇപ്പോൾ ഈ സുബൈദ കേസിൽ കോഴിക്കോട് നടന്ന സംഭവത്തിൽ അവർ ട്യൂമർ ഒരേ ഒരു മകനാണ്. അതാണ് അതിൽ വലിയ ദാരുണം എന്ന് പറയുന്നത്. ഒരേ ഒരു മകനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ അദ്ദേഹം 24 വയസ്സുള്ള ആ പയ്യൻ ആഷിഖ് എന്നാണ് അവൻ്റെ പേര്. ഈ പറയുന്ന സുബൈദയ്ക്ക് ട്യൂമറാണ്. അവരെ ചികിത്സ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ അവരെ കാണാനെന്ന മട്ടിൽ വന്ന് ഇവൻ സഹോദരിയുടെ വീട്ടിൽ നിന്നോ ഇളയമ്മയുടെ വീട്ടിൽ നിന്നോ അരിവാള് മേടിച്ച് കഴുത്തറുത്ത് കൊല്ലുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവൻ്റെ മനോവിചാരം എന്നുള്ളത് ഇന്നും പിടിയിട്ടിട്ടില്ല. കാരണം ഇവൻ ലഹരിക്കാരനാണ്, ലഹരിക്ക് പലവട്ടം അഡിക്റ്റഡ് ആയിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിരുന്നവനാണ്. ഈ ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ഇവനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് നേരെ വന്ന് അമ്മയെ കാണാനായിട്ട് വരുന്നു. പക്ഷേ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ഇത് കൂട്ടുവാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നേരെ വന്ന് അമ്മയെ കൊല്ലാനുള്ളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും അവനുണ്ടായിട്ടുണ്ടാവും എന്നുള്ള സംശയമുണ്ട് സാർ. കാരണം നമ്മളൊക്കെ പലവട്ടം നമ്മുടെയൊക്കെ മുതിർന്ന കാരണവന്മാർ പറയുന്നത് ശത്രുക്കളാണ് ഈ മക്കളായിട്ട് ജനിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള വൃദ്ധസദനങ്ങൾ കൂടുന്നത്. ആദ്യകാലത്തിൽ നമ്മുടെ നാട്ടിലൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ. അച്ഛനമ്മ നോക്കാൻ വയ്യ, അതുകൊണ്ട് അവർ വൃദ്ധസദനത്തിലാക്കുന്നു. ഇപ്പോൾ അച്ഛനമ്മ നോക്കാൻ വയ്യാത്തതുകൊണ്ട് കൊന്നുകളയുവാണോ ചെയ്യുന്നത്? ഇപ്പോൾ ഏത് കേസുകൾ നോക്കിയാലും പ്രായമായ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഈ ജോളിയുടെ കേസ് എടുത്ത് നോക്കിയാൽ അവരും ഈ പറയുന്ന പോലെ മരുമകളായിരുന്നെങ്കിൽ കൂടിയും ഇതിലെ അമ്മായിയച്ഛനെ കൊല്ലാനുള്ള പ്രേരണ അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അവർ വിഷം കൊടുത്ത് കൊല്ലുന്നു. കാരണം കേസിൽ നോക്കിയാലും ഈ പറയുന്ന പോലെ സ്വത്ത് തന്നെയായിരുന്നു വിഷയം. അങ്ങനെ ഏതിൽ നോക്കിയാലും ഇപ്പോൾ അച്ഛനെയും അമ്മയെയും അമ്മയുടെ സഹോദരിയെയും ഒക്കെ കൊല്ലുന്ന ഒരു മകൻ്റെ കേസ് നമ്മൾ കേഡാർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ തിരുവല്ലയിൽ കൊന്നുകളഞ്ഞത്. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൽ കുറച്ച് പേര് സ്വത്തിന് വേണ്ടി കൊല്ലുന്നു, കുറച്ച് പേര് ലഹരിക്ക് അടിമയായിട്ട് കൊല്ലപ്പെടുന്നു. നമ്മൾ എന്ത് ചെയ്യും സാർ? ഈ സമൂഹത്തിന് മക്കളായിട്ട് വളർത്തുന്നവരെ ഗുണ്ടകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കള്ളന്മാരെ വളർത്തുന്നതിനേക്കാളും അല്ലെങ്കിൽ കള്ളന്മാരെ പേടിക്കുന്നതിനേക്കാളും വീടിനകത്ത് തന്നെ നമ്മുടെ ജീവനും കൂട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നൊരു സാധനമാണ് നേരിട്ട് മഴ കൊണ്ട് വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ പോയ്സൺ അടിച്ച് കൊല്ലുക, കുത്തി കീറുക. അതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ റിയലിസ്റ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു സാറിന് ഇതൊക്കെ? ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കൊലപാതകങ്ങളുടെ എനിക്ക് തോന്നുന്ന ഒരു പരമ്പര തന്നെ പല രീതിയിൽ. കോഴിക്കോട്ടാണെങ്കിൽ ആ വളരെ പ്രായമായ അസുഖമായ അമ്മയെ കഴുത്തറുത്ത് കൊന്നെന്ന് പറയുന്നത്, അതുകൂടെ തന്നെ ആ പയ്യൻ പോലീസ് ജിപ്പയിലൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ ഇതായിട്ട്. എനിക്ക് തോന്നുന്നത് ലഹരിക്കടിമയാണോ, ലഹരിക്കടിമയായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പോൾ കോഴിക്കോട് അച്ഛനെ കൊന്നു, പല സ്ഥലങ്ങളിലാണെങ്കിൽ സഹോദരന്മാർ തമ്മിലാണെങ്കിൽ എല്ലാം വസ്തു തർക്കങ്ങൾ, ഏത് കേസുകൾ. പണ്ടൊക്കെയാണ് അതൊക്കെ രമ്യമായിട്ട് കുറേയൊക്കെ പരിഹരിച്ചു പോകുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഉടനെ കൊല്ലുക. തിരുവല്ലയിലെ ശരിക പറഞ്ഞില്ല, തിരുവല്ലയിലെ കൊലപാതകങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിള്ളേരെ എങ്ങനെ ഇനിയിപ്പോൾ കൂടുതലായിട്ട് കൗൺസിലിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വേണോ? അവർ വിദേശത്തേക്കൊക്കെ പോയി പല രീതിയിൽ ചിന്തിച്ച് ചെയ്യുമ്പോൾ അച്ഛൻ ഏതാണ്, അമ്മ ഏതാണ്? എനിക്ക് തോന്നുന്നു ലഹരി അടിച്ചു കഴിയുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, അവർക്കത് കാണാൻ പറ്റുന്നില്ലയോ എന്താണ് സംശയം. ഇല്ലെങ്കിൽ പെറ്റ അമ്മയെ അങ്ങനെ വെട്ടിക്കൊല്ലുന്ന ഒരു കാര്യമൊന്നും നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ആ പയ്യൻ എന്നിട്ടാണ് ചിരിച്ചോണ്ട് ജീപ്പിൽ ഇരിക്കുന്നത്, പോലീസ് ജീപ്പിൽ ചിരിച്ച് കളിച്ച് മറ്റുള്ളവരെ ഏതാണ്ട് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പോലെ പോലീസ് ജീപ്പിലൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ടു. എന്താണ് അവരുടെ ഒരു ധൈര്യം? ഉടനെ ഇന്ന് വിവാദമായ പല കേസുകൾക്കുള്ള വിധി ഇന്ന് വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് ഇവർക്കൊക്കെ ഒരു ധൈര്യം. എന്തിനാ കൊലപാതകം ചെയ്താൽ ഉറപ്പായിട്ടും പോലീസ് പിടിക്കുമെന്നുള്ളൊരു സാധാരണ ബുദ്ധിയുള്ളവർ എല്ലാവർക്കും അറിയാം. 10-20 വർഷം ജയിലിൽ പോയി കിടക്കണം, ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധാരണ ഇന്ത്യയിൽ. അതൊന്നും ചിന്തിക്കാതെ സ്വന്തം കൂടപ്പിറപ്പുകളെ, മാതാപിതാക്കളെ, പലരും പണ്ട് വസ്തുവിനൊക്കെ എതിരെ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാമിലികളിലൊക്കെ തന്നെ എല്ലാ കുടുംബത്തിലും തർക്കമുണ്ട്, വസ്തു തർക്കമുണ്ട്. അച്ചേട്ടൻ കൂടുതലെടുത്തു, അനിയൻ കൂടുതലെടുത്തു, പെങ്ങൾ കൂടുതലെടുത്തു, പ്രശ്നങ്ങളെല്ലാം വീട്ടിലും ഉണ്ട്. പക്ഷെ അതൊരു കൊലപാതകത്തിലേക്കും, അതാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വെടിവെച്ച് സഹോദരന്റെ 2 മക്കളെ വെടിവെച്ച് കൊന്ന കേസ് ഓർക്കുന്നില്ല? കാഞ്ഞിരപ്പള്ളി ഏരിയയില് പുള്ളി തോക്കെടുത്ത് വളരെ 50 കോടിയോളം ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. സഹോദരനെയും വേറൊരു വന്ന വ്യക്തി ഞങ്ങളുടെ തോക്കിന് വെടിവെച്ച് ഇപ്പം എല്ലാ തെളിവുകളും കൂടി പോയേക്കുന്നു. ജീവിക്കാനോ 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നിസ്സാരമായ ഒരു വഴിത്തർക്കത്തിലോ ഒരു പുള്ളിക്ക് സ്ഥലം ഹോട്ടലിൽ കൊടുക്കുന്നില്ലെന്നും പറഞ്ഞായിരുന്നു ഈയിടെ പുള്ളി അത് വധശിക്ഷയോ ജീവപര്യന്തയോ ഒക്കെ വിധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സർവ്വസാധാരണമായിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു
പണ്ടൊക്കെ നമ്മൾ കൊലപാതകങ്ങളും മരണങ്ങളും വല്ലപ്പോഴും കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചാനലുകളിലോ മാധ്യമങ്ങളിലോ ഇപ്പൊ കൊലപാതകങ്ങളോ മരണങ്ങളോ അപകടങ്ങളോ ഒരു സ്ഥിരം പതിവായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി ശാരി എന്താ പറയുന്നു? അത് സാറ് പറഞ്ഞ 100% കറക്റ്റാണ്. കാരണം നമ്മൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2024 2025 ഇങ്ങോട്ട് കയറിയിട്ട് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയയ്ക്കോ ന്യൂസ് ചാനലുകൾക്കോ വിശ്രമം ഉണ്ടായിട്ടില്ല. കാരണം ഈ കൊലപാതകം, ഈ ഹണി റോസിൻ്റെ കേസും ബോച്ചയുടെ കേസും ഒക്കെ ഈ കൊലപാതക സമാധി തൊട്ട് തുടങ്ങിയതാണ്. സമാധിയിലൊക്കെ മുങ്ങിപ്പോയി മറ്റേ കേസുകളൊക്കെ. അതിനുശേഷം സമാധിയുടെ പുറകെ, ഈ സമാധിയിൽ പോലും എന്തുകൊണ്ടാണ് ഇത്ര സാറേ കോളിലൊക്കെ ഉണ്ടായത്? അച്ഛനെ തല്ലിക്കൊന്ന് സമാധിയാക്കിയെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന പോലെ ഗോപൻ സ്വാമിയുടെ കേസിൽ ഇത്രയും കോളിളക്കങ്ങൾ ഉണ്ടായത്. നോർമൽ ഒരു ഡെത്ത് ആയിരുന്നെങ്കിൽ ഇതാരും സംശയിക്കില്ല. മറിച്ച് ഇങ്ങനൊരു സംശയം പോലീസിനും നാട്ടുകാർക്കും ഉണ്ടായതിൻ്റെ കാരണം പോലും നമ്മുടെ ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അതാണ്. കാരണം നമ്മൾ രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോൾ കേൾക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയെ തല്ലിക്കൊന്നു മകൻ, അല്ലെങ്കിൽ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തി, ക്രൂരമായി കുത്തി കൊലപ്പെടുത്തി, പെങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഇവൻ ഗോപൻ സ്വാമിയുടെ കേസ് പോലും ആൾക്കാരെ ഇത്രയും കലുഷിതമായിട്ട് ഇടപെടുകയും അതിനൊരു പോസ്റ്റ്മോർട്ടം വേണമെന്നും സമാധി പൊളിക്കണമെന്നും ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ഇത്രയും വൈകാരികമായ രീതിയിൽ അത് എത്തിച്ചേരുകയും ചെയ്തത്. അതിൻ്റെ റീസൺ ഈ പറയുന്ന രണ്ട് ആമ്പിള്ളാരുണ്ട്. അദ്ദേഹം പ്രായമാണ്, അദ്ദേഹത്തെ കൊന്നതിന് ശേഷം സമാധിയാക്കണം, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചേർത്തല സ്വദേശിയായിട്ടുള്ള ഒരു ഷീല എന്ന് പറഞ്ഞ വ്യക്തിയെ തല്ലിക്കൊന്ന് കോൺക്രീറ്റിലാക്കി ഉരുട്ടി 18 വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കിട്ടുകയും, അതുപോലെ ഒരുപാട് കേസുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടാത്ത പല കേസുകളും ഇന്ന് പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്മെൻറ്റ്സ് വന്നതുകൊണ്ട് തന്നെ പല കേസുകളും തെളിയിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആര് മരിച്ചാലും നോർമൽ ഡെത്ത് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമുണ്ടെന്ന് തന്നെ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഒളിഞ്ഞും തെളിഞ്ഞു ഇന്നും ഒരുപക്ഷെ മക്കൾ കൊന്നു കുഴിച്ചുമൂടിയ അച്ഛന്മാർ പല വീടിൻ്റെയും താഴെ ദൃശ്യ മോഡലൊക്കെ കുഴിച്ചുമൂടിയ രീതികൾ കിടപ്പുണ്ടാവാം. ഇന്നും ദുരൂഹമായി കേരളത്തിലെ ജനജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് ഇന്ന് ആർക്കും ഒരു പിടിയില്ല. ഈ ഗെയിംസ്, അതുപോലെ ഫോൺ സൈറ്റുകൾ, അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ, പ്രത്യേകിച്ച് ഈ കൊറിയൻ സിനിമ സീരീസ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അഡിക്ഷനാണ്. ഈ കൊറിയൻ സിനിമകളിലാണ് കൂടുതലും ഈ പറയുന്ന പോലെ വെട്ടിക്കൊല്ലുകൾ, ഈ പറയുന്ന മണി ഹേസ്റ്റ്, അതോടൊപ്പം തന്നെ സ്ക്വിഡ് ഗെയിംസ് ഒക്കെ പോലുള്ള, ഞാൻ ഒന്നിനെയും അവഹേളിക്കുകയല്ല, പക്ഷേ ഇതിനൊക്കെ കുട്ടികൾ അഡിക്റ്റാണ്. കഴിഞ്ഞ ദിവസമാണ് അച്ഛനെ കൊല്ലുമെന്ന് മൊബൈൽ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛനെ കൊന്നുകളെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മകൻ ഉണ്ടാക്കിയത്, മകൻ കയറി ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക നിലവാരം എന്ന് പറയുന്നത് അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുകയും വാളെടുക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. സാറ് തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഈ ഗെയിംസിൽ അഡിക്റ്റായിട്ട് അച്ഛന് 4.5 ലക്ഷം രൂപ അത് ഗെയിമിന് വേണ്ടി തോക്ക് മേടിക്കാൻ, ഗെയിമിനകത്ത് വെർച്വൽ തോക്ക് മേടിക്കാനാണ് ആ പൈസ ചിലവാക്കിയെന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്രമണ സ്വഭാവം വന്നിരിക്കുകയാണ്. അത് 16 വയസ്സെന്നില്ല, 18 വയസ്സെന്നില്ല, 24 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം മെച്ചോർഡുള്ള ഏജിലാണ് ഈ രണ്ട് മക്കളും. ഈ പറയുന്ന പോലെ കിളിമാനൂരുടെ കേസായാലും ഈ പറയുന്ന പോലെ കോഴിക്കോടത്തെ കേസായാലും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന ലഹരിയുടെ ഒരു ബേസ് ഉണ്ടെങ്കിലും മനുഷ്യനെ കൊല്ലുന്ന സ്വന്തം അച്ഛനെ തിരിച്ചറിയാൻ പറ്റാത്തൊരു മാത്രം മൂടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. അച്ഛനെയോ അമ്മയോ ഒക്കെ പീഡനമായിരുന്നു ഇത്രയും കാലം നമ്മുടെ മുമ്പിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന മകളെ പീഡിപ്പിക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ മക്കളെ എറിഞ്ഞു കൊല്ലുന്ന അമ്മ. ഇപ്പോൾ അത് മാറി നേരെ കൊല്ലുകയാണ്. ഒരു കശാപ്പ് ശാലയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരള സമൂഹം. പ്രത്യേകിച്ച് മക്കളാൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കതൊരു, ഞാനും സാറൊരു പിതാവാണ്, ഞാനൊരു അമ്മയാണ്, നമ്മുടെ ചുറ്റിനും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ, നമ്മുടെ മക്കൾ അങ്ങനെ ആകുമെന്നല്ല, എല്ലാ മക്കളും അങ്ങനെ എന്നല്ല നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവം നമുക്ക് ഇതിനെ പറയാൻ പറ്റുമോ സാർ? ഒറ്റപ്പെട്ട സംഭവം ഇതിപ്പോൾ സ്ഥിരമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ 16 വയസ്സായാലും അതിന് മൊബൈൽ ഫോൺ മേടിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ അമ്മയെ തലക്കടിച്ച് 16 തുന്നിക്കെട്ടുമായിട്ട് ആശുപത്രിയിലാണ്. 16 വയസ്സുള്ള മോന് അവന് മറ്റേ വാട്സപ്പ് കാണാൻ പറ്റിയുള്ള വലിയ ഫോൺ മേടിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ മേടിച്ച് കൊടുത്തില്ലെന്ന് ഒറ്റ കാരണം. നമ്മൾ മക്കൾക്കെല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട്. ചില അവരെ എല്ലാ കാര്യങ്ങളും ചൊല്ലുകൊടുത്ത് വളർത്തണം എന്നൊക്കെ പറഞ്ഞ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നല്ല മക്കളുണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു പലരും പല കൂട്ടുകെട്ടി ചെന്ന് പെട്ടുപെടുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് സംശയമുണ്ട്. ഈ കൂട്ടുകെട്ടുകൾ മനുഷ്യർ വലിയവരായാലും ചെറിയവരായാലും പിള്ളേരായാലും അത് നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ലതിനോട് ചേർന്ന് കിടന്നാൽ നല്ലതെന്ന് പറയുമല്ലോ, എല്ലാത്തിനോട് ചേർന്ന് കിടന്ന ചീത്ത. സൈബർ ഇതിപ്പോൾ നമ്മൾ പോലീസുകാരും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ലൊക്കേഷനൊക്കെ സ്കെച്ച് ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് ഏത് കാര്യങ്ങളും അവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നു. ഇല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്കിത് അറിയാനുള്ള യാതൊരു സാഹചര്യമില്ല. പിറ്റേ ദിവസം പേപ്പർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞാൽ അന്നേരം തന്നെ ചാനലിൽ
ചാനലിൽ എല്ലാ ന്യൂസുകളും വിധി കാര്യങ്ങളും നമുക്ക് അറിയാനും പെട്ടെന്നൊരു സാഹചര്യമുണ്ട്. ഈ ഫോണൊക്കെ ഒരു പരിധി വരെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഫോണിൽ വാട്സപ്പും മറ്റുള്ള കാര്യങ്ങൾക്ക്, ബിസിനസ്സിന്, കുട്ടികൾക്കായാലും ഇത് പഠിക്കാനും ഒക്കെ നല്ല കാര്യമുണ്ട്. ഇതിനപ്പുറത്തേക്ക് പല രീതിയിൽ ഇൻസ്റ്റായും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല രീതിയിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടോ, അത് പല രീതിയിലുള്ള പ്രേരണകൾക്കോ പല കാര്യങ്ങൾക്ക് അവരെല്ലാം കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണ് നമ്മുടെ കാര്യം. കാരണം എല്ലാം ആരും ഒന്നും അറിയില്ല. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരൊരു വലിയ വിപത്തിൽ ചെന്ന് പെട്ട് അമ്മയെ അടിച്ചു കൊന്നു, അല്ലെ അമ്മയെ തല്ലിക്കൊന്നു, അല്ലെ അമ്മയെ ഫോൺ ഞങ്ങളുടെ ഇത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് അമ്മയെ അടിച്ച് 16 തൊന്നിക്കെട്ടുമായിട്ട് ഹോസ്പിറ്റലാക്കി. അതൊക്കെയാണ് വളരെ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ. പിള്ളേരെ പോലും അവരൊക്കെ ഇച്ചിരൂടെ നല്ല രീതിയിൽ കൗൺസിലിംഗ് സ്കൂളുകളിൽ ഇതിനുള്ള വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ എന്നൊരു സംശയമാണ്. വലിയ വലിയ സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളെ ഏത് രീതിയിൽ പഴയ രീതിയിലുള്ള വാർത്തെടുക്കണമെന്ന ഗുരുക്കന്മാരുമായിട്ടോ സാറുമാരെ തന്നെ ഒരു ബഹുമാനമില്ല. സാറിനെ അടിച്ചു, ഇയാളെ പേപ്പറിൽ ഡൽഹി കണ്ടില്ല, സാറിനെ അടിച്ചു, കോയമ്പത്തൂരാണ് സാറിനെ അടിച്ച് വീഴ്ചു, അവസാനം പോലീസ് വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു. നിരവധി വാർത്തകളാണ് ചെയ്യുന്നത്. വീട്ടിലെ മാതാപിതാക്കളെല്ലാം അധ്യാപകരെയും എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. അത് കാലവധിന് എങ്ങനെ ചെയ്യണം, അതിന് പരമാവധി ഗവൺമെൻറ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൗൺസിലിംഗ് ഒക്കെ നടത്തി പിള്ളേർക്ക് ഇതിന് ഉത്ബോധം കൂടുതൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇപ്പോഴത്തെ പുതിയൊരു ഇത് വെച്ച്. അതെ, കാരണം ഇത് വലിയൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണുകയുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തതാണ്. അതിനകത്ത് ഞാനത് ഇതിലിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആരോടൊരു ബഹുമാനം എന്താണെന്ന് അറിഞ്ഞുകൂടെ സാർ അവർക്ക്. കാരണം ആ സിനിമയിൽ ഒരു അധ്യാപകനായി വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഒരു കള്ളുകൂടി സദസ്സിലുണ്ട്. അതിൽ ഇയാൾ പഠിപ്പിച്ച സ്റ്റുഡൻസും അതോടൊപ്പം തന്നെയുണ്ട്. അതൊക്കെ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ശരിയാണ്, ഒരു ഫംഗ്ഷന് കണ്ടുമുട്ടുന്നവർ. പക്ഷെ അതിനകത്ത് ഇവർ സാറൊരു അടി അടിക്കും, ഇവനൊരു വൃത്തിയോട് പറഞ്ഞതിന് സാറൊരു അടി അവൻ്റെ കണ്ണ കുറ്റിക്കിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരം ഇവൻ ചെയ്യുന്നത് അയാളെ തെറി പറഞ്ഞുകൊണ്ട്, എടാ ഡാഷ് എന്ന് പറഞ്ഞ് തെറി പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ സാറിനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിനിമ കണ്ട് ഇന്നും ആരും ദേവേന്ദ്രനും ഇന്ദ്രനൊന്നും മാറിയിട്ടില്ല. സിനിമ കണ്ട് ആരും ഇതുവരെ കൊലപാതകങ്ങളുമായി മാറിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ സമൂഹത്തിന് തെറ്റായ പ്രവണത തന്നെയല്ലേ കൊടുക്കുന്നത്. കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ ദുസ്വപ്നങ്ങൾ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു അധ്യാപനെ തല്ലുക എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെയാണ് ഇന്ന് സിനിമകളിൽ കാണിച്ചു വയ്ക്കുന്നത്. അതായത് തല്ലിയ അധ്യാപകനെ തെറി പറഞ്ഞുകൊണ്ട് അടിച്ചു വീഴ്ത്തുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പിറക്കുക? ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇവൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരിക്കലും നമ്മുടെ കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും സമൂഹം വളരെ വൾഗറായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനത. കുടുംബത്തിൽ നിന്നാണ് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പല നല്ല കുടുംബങ്ങൾ ചേരുന്നതാണ് ഒരു നല്ല സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ ഇന്നിപ്പോൾ രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതും അവരെ വളർത്തിയ ചെറിയ പിഞ്ചു കാലുകൾ കൈപിടിച്ച് നടത്തിയ ആ കൈകളെ വെട്ടി കൊന്നുകളയുന്ന രീതിയിലേക്കാണ് ഇന്നിപ്പോൾ കുട്ടികളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ മാതാപിതാക്കളും കുറ്റക്കാർ തന്നെയാണ്. നല്ലൊരു കൗൺസിലിങ്ങും എല്ലാ സ്കൂളുകളിലും ഇതിന് അടിയന്തരമായിട്ട് തന്നെ കൗൺസിലിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ലഹരിയുടെയും അതോടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ക്ഷമയുടെ വാല്യൂ ഒക്കെ പഠിപ്പിച്ച് നമ്മുടെ മക്കളെ വളർത്തണമെന്നാണ് പറയാനുള്ളത്.